ഓക്കെ, വെൽക്കം ടു ഓൾ. ഞാനൊരു DPP 2-ൻ്റെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ്റെ DPP 2-ൻ്റെ സൊല്യൂഷൻസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയി ചെയ്തു തരാമെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് DPP 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിക്വയർഡ് ടു റെഡ്യൂസ് എ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ടു സീറോ. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ is directly proportional to wavelength of incident radiation, increases uniformly with the wavelength of incident radiation. C is directly proportional to frequency of incident radiation, and D decreases uniformly with the frequency of incident radiation. നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. നമ്മളത് ഗ്രാഫ് വരച്ച് തന്നെ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രാഫ് വരച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുള്ളതാണ്. ഗ്രാഫ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ഉണ്ടോ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് വേഴ്സസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമുക്കിങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. ഇറ്റ് ഷോസ് ദാറ്റ് ആസ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇൻക്രീസസ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. Options. Okay, so stopping potential increases with increase in frequency of incident radiation. ഇപ്പോൾ വേവ് ലെങ്ത് ടേംസ് പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും അല്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസിക്ക് വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് എന്ന് പറയാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഇൻക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഈസ് സി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് directly proportional to frequency of the incident radiation. That is answer. Okay, right. Then we'll go to the question number 10 of DPP 2. Okay, the number ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. Then question number 10 ഇതാണ്. In photoelectric effect, the number of photoelectrons emitted is proportional to. Okay, ആൻസർ ഇൻറ്റൻസിറ്റി ഉണ്ട്, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ബീം ഉണ്ട്, വെലോസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ബീം ഉണ്ട്, വർക്ക് ഫങ്ഷൻ ഓഫ് ദ ഫോട്ടോ കാഥോഡ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പറയുന്നതിനായിട്ട് ഞാൻ നിങ്ങളെ എന്താ പറയുക, ഫസ്റ്റ് ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിലേക്ക് തിരിക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇതാണ് റേറ്റ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ബീം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്, റേറ്റ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സോ ദാറ്റ്സ് ആൻസർ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ എ. ദെൻ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹോപ്പ് യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ. ഇഫ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇൻ എ photoelectric experiment is decreased, then what will happen? വേവ് ലെങ്ത് കുറയുന്നു. ഓക്കെ, ആൻസർ ഇതൊക്കെയാണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിൽ ഡിക്രീസ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിൽ ഇൻക്രീസ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഇൻക്രീസ്. അപ്പോൾ ശരിക്കും വേവ് ലെങ്ത് കുറയ്ക്കുമല്ലേ, ഞാനിവിടെ എഴുതുവാണ്. വേവ് ലെങ്തിനെ കുറയ്ക്കുമ്പോൾ, ഓക്കെ, ആസ് വേവ് ലെങ്ത് ഈസ് ഡിക്രീസ്ഡ്, വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഫ്രീക്വൻസി വിൽ ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് പറ്റുന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഇൻക്രീസ്. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ, വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നു, ഫ്രീക്വൻസി കൂടുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നു. അപ്പോൾ ആൻസർ എന്ത് വരും? stopping potential will increase is the answer option D.
Okay, right. Then coming to the next question. In a photoelectric experiment, the stopping potential V0 is plotted against frequency nu of incident light. The resulting curve is a straight line which makes an angle theta with the frequency axis. Then tan theta will be equal to phi is a work functional surface. നമുക്കിവിടെ വരച്ചേക്കുന്നത് ഈ ഗ്രാഫാണ് അല്ലോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് നമുക്കറിയാം. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഓക്കെ സ്ലോപ്പ് ഓഫ് ഇതാണിത് വരച്ച് കാണിച്ചു തരാം. സ്ലോപ്പ് ഓഫ് frequency versus stopping potential graph. The graph is a straight line. ഓക്കെ, ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് തീറ്റ ആംഗിളാണ് ഫ്രീക്വൻസി ആക്സായിട്ട് മേക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. നമുക്കറിയാം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താ? എച്ച് ബൈ. ഓക്കെ, എച്ച് ബൈ എച്ച് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഈസ് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. Then comes the next question, 13th one. According to Einstein's photoelectric equation, the plot of kinetic energy of emitted photoelectrons from a metal versus frequency of incident radiation gives a straight line whose slope is. Okay, നമ്മൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പിനെ പറ്റി നമുക്ക് പറയാം. വിൽ ഡിസ്കസ്. ഈ ഗ്രാഫ് നമ്മൾ തിയറി പഠിപ്പിച്ചപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഈ ഗ്രാഫ് വരച്ചതാണ്, ഇതിൻ്റെ സ്ലോപ്പൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തമ്മിലായിരുന്നു ഗ്രാഫ് എന്നൊക്കെ നോക്കിക്കേ. According to Einstein's photoelectric equation, the plot of kinetic energy of emitted electrons from a metal versus frequency of incident radiation gives a straight line whose slope is. The kinetic energy versus frequency graph. Kinetic energy versus frequency graph. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജി. ഇങ്ങനത്തെ ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഈസ് സെയിം ഫോർ ഓൾ ദി മെറ്റൽസ്. ഓക്കെ, ഇതാണ് ഗ്രാഫിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏതൊക്കെ മെറ്റൽ എടുത്താലും സെയിം ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഡിപ്പെൻസ് ഓൺ നേച്ചർ ഓഫ് മെറ്റൽ അല്ല, ഡിപ്പെൻസ് ഓൺ ഇൻറ്റൻസിറ്റി അല്ല, ഡിപ്പെൻസ് ഓൺ ബോത്ത് ഇൻറ്റൻസിറ്റി ആൻഡ് നേച്ചർ ഓഫ് മെറ്റൽ യൂസ്ഡ് അല്ല, ഈസ് സെയിം ഫോർ ഓൾ മെറ്റൽസ്. ഇതാണ് ആൻസർ. ഈസ് സെയിം ഫോർ ഓൾ മെറ്റൽസ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ദിസ് ആൻസർ ഡി ആൻസർ. ഓക്കെ, ഈസ് എ സെയിം ഫോർ ഓൾ മെറ്റൽസ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സോ ആൻസർ ഈസ് ഡി. Then coming to the next question, light frequency 1.5 times the threshold frequency is incident on a photosensitive material. Okay, photoelectric current is emitted if frequency of light is halved and intensity is doubled, the photoelectric current will becomes. നമ്മളിപ്പോൾ ഫ്രീക്വൻസി ഹാഫ് ചെയ്യുന്നത്, ഓക്കെ, ഫ്രീക്വൻസി ഹാഫ് ചെയ്യുന്ന ഒരിക്കലും ഫോട്ടോഇലക്ട്രിക് കറണ്ടിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്യുന്നത് ഫോട്ടോഇലക്ട്രിക് കറണ്ടിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ റെഡ്യൂസിങ് ഫ്രീക്വൻസി will not affect the photoelectric current, but intensity ഡബിൾ ചെയ്യുന്ന ഫോട്ടോഇലക്ട്രിക് കറണ്ടിനെ അഫക്റ്റ് ചെയ്യും. അതിന് റീസൺ ഇതാണ്.
photoelectric current is directly proportional to intensity of light. Okay, അപ്പോൾ ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? As I is doubled, photoelectric current also gets doubled. കറണ്ടും അതിനോടൊപ്പം തന്നെ ഡബിൾ ചെയ്യപ്പെടും. ദാറ്റ് ഇസ് ആൻസർ. അങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുകൊണ്ട് ആൻസർ ബി. 2 times ദ ഒറിജിനൽ കറണ്ട്. ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്യുമ്പോൾ ഫോട്ടോഇലക്ട്രിക് കറണ്ടും ഡബിൾ ചെയ്യും. പക്ഷേ ഫ്രീക്വൻസി ഹാവ് ചെയ്യുന്ന ഒരിക്കലും ഫോട്ടോഇലക്ട്രിക് കറണ്ടിനെ അഫക്റ്റ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. When a monochromatic point source of light is at a distance 0.2 meter from a photocell, the cutoff voltage and saturation current are respectively 0.6 volt and V0. Cutoff voltage is 0.6 volt and saturation current equal to 18.0 milliampere. If the same source is placed 0.6 meter away from the photocell, then ഇവിടെ നമ്മുടെ ഒരു ക്വസ്റ്റിന് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 0.8 എന്നാണ് നമ്മുടെ DPP കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് 0.8, ഇറ്റ് ഈസ് 0.2. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവിടെ ഡിസ്റ്റൻസ് ആണ് മാറ്റുന്നത്. ഡിസ്റ്റൻസ് മാറുമ്പോൾ ഒരിക്കലും എന്ത് മാറില്ല? ഫ്രീക്വൻസി മാറില്ല. ഡിസ്റ്റൻസ് മാറുമ്പോൾ മാറുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഡിസ്റ്റൻസ് 0.2, പിന്നെ 0.6, പിന്നെ 18 milliampere. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ശരിക്കും ഡിസ്റ്റൻസ് മാറുമ്പോൾ ശരിക്കും ഇൻറ്റൻസിറ്റി മാറും. ഓക്കെ, അതിൻ്റെ ഇതാണ് I, ഇൻറ്റൻസിറ്റി I പ്രൊപ്പോർഷണൽ ടു 1/d². പിന്നെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? PEC പ്രൊപ്പോർഷണൽ ടു I, PEC അല്ലെങ്കിൽ I പ്രൊപ്പോർഷണൽ ടു 1/d². രണ്ടും കൂടെ ചേർത്തിട്ട് പറയാം ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈ I പ്രൊപ്പോർഷണൽ ടു 1/d² ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു 1/d². അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻ ഫസ്റ്റ് കേസ് ബൈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻ സെക്കൻഡ് കേസ് ഇസ് ഈക്വൽ ടു d2² d1². ഓക്കെ, അപ്പോൾ PEC 1 PEC 2 is equal to d2/d1 the whole square. ഓക്കെ, അപ്പോൾ PEC 1 നമുക്കറിയാം. PEC 1 is this much 18 milliampere. 18 milliampere divided by PEC 2 is equal to d2. d2 is equal to 0.6 meter. d1 is 0.2 the whole square. 18 milliampere divided by PEC 2 is equal to 0.6 by 0.2 is 3. 3 square is 9. PEC 2 is equal to 18 milliampere by 9, which is equal to 2 milliampere. Okay, answer is 2 milliampere. No, 2 milliampere. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻ സെക്കൻഡ് കേസ് വിൽ ബിക്കം 2 milliampere. ഇനി നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് മാറുന്ന ഒരിക്കലും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ആൻസറ്. ഇനി വേരിയിങ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ വേരിയിങ് ഡിസ്റ്റൻസ് will not affect varying distance will not affect the frequency of incident radiation. Okay, so varying distance will not affect the frequency of incident radiation, so cutoff voltage will not change.
ഫ്രീക്വൻസി മാറിയാൽ മാത്രമേ കട്ട് ഓഫ് വോൾട്ടേജ് മാറുള്ളൂ. ഡിസ്റ്റൻസ് മാറുന്ന ഒരിക്കലും ഫ്രീക്വൻസീനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കട്ട് ഓഫ് വോൾട്ടേജ് റിമൈൻസ് ദ സെയിം. അപ്പോൾ ആൻസർ ഇതാണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 2 മില്ലി ആംപിയർ, കട്ട് ഓഫ് വോൾട്ടേജ് മാറുന്നില്ല. കട്ട് ഓഫ് വോൾട്ടേജ് ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.6 വോൾട്ട്. ഇത് തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2 മില്ലി ആംപിയറും 0.6 വോൾട്ടും ഓപ്ഷൻ സി ഈസ് ആൻസർ. സി ആണ് ആൻസർ. Then come to the next question. This graph we have plotted this one already. Okay, which of the following graph represents a variation of maximum kinetic energy of emitted electron with frequency of incident light? ഇതാണ് ആൻസർ. EK versus ഇത്. D is answer. Okay, D ആണ് ആൻസർ. Okay, then ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഒരുപാട് എക്സാമിന് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദ ഫിഗർ ഷോസ് എ വേരിയേഷൻ ഓഫ് ഫോട്ടോ കറണ്ട് വിത്ത് ആനോഡ് പൊട്ടൻഷ്യൽ ഫോർ എ ഫോട്ടോ സെൻസിറ്റീവ് സർഫസ് ഫോർ 3 ഡിഫറെൻറ്റ് റേഡിയേഷൻസ്. ഓക്കെ, IA, IB ആൻഡ് IC be the intensities of the radiations and FA, FB and FC be the frequencies for the curves A, B and C respectively. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ ഗ്രാഫിന് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ നമുക്കൊന്ന് ഒന്ന് ടാലി ചെയ്യണം. അതായത് നിങ്ങളിവിടെ നോക്കിക്കേ, ഇത് ഇവിടെ ഇല്ലേ, ഇവിടെ എയ്ക്കും ബിക്കും ഒരേ കട്ട് ഓഫ് വോൾട്ടേജ് അല്ലേ, അല്ല ഒരേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? FA ഈക്വൽ ടു FB എന്ന് പറയാം. ഓക്കെ, FA ഈക്വൽ ടു FB. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എയ്ക്കും ബിക്കും ഒരേ കട്ട് ഓഫ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഒരേ കട്ട് ഓഫ് വോൾട്ടേജ് ആണെങ്കിൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇവിടെ നിന്ന് കിട്ടാവുന്ന, നിങ്ങൾ ഇവിടെ നോക്കിക്കേ, സിക്കും ബിക്കും ഒരേ സാച്ചുറേഷൻ കറണ്ടാണ്. ഓക്കെ, ഒരേ സാച്ചുറേഷൻ കറണ്ട് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഇൻറ്റൻസിറ്റി സെയിം ആണെന്നാണ്. അതായത് IB ഈസ് ഈക്വൽ ടു IC. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ FA ഈക്വൽ ടു FB ആൻഡ് ഓൾസോ IB ഈക്വൽ ടു IC. പിന്നെ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എയും ബിയും നോക്കിക്കേ, ആർക്കാണ് സാച്ചുറേഷൻ കറണ്ട് കൂടുതൽ? ബിക്കാണ് സാച്ചുറേഷൻ കറണ്ട് കൂടുതൽ എയിനേക്കാളും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയാം, ഓക്കെ, സാച്ചുറേഷൻ കറണ്ട് കൂടുതലുള്ളത് ഇൻറ്റൻസിറ്റി കൂടുമ്പോഴാണ് സാച്ചുറേഷൻ കറണ്ട് കൂടുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അവിടെ നിന്ന് പറയാം IB ഈസ് ഗ്രേറ്റർ ദാൻ IA. ഓക്കെ, എന്താണ് IB ഗ്രേറ്റർ ദാൻ IA എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ബിക്കാണ് സാച്ചുറേഷൻ കറണ്ട് കൂടുതൽ. സാച്ചുറേഷൻ കറണ്ട് കൂടുതൽ വരുന്നത് എപ്പോഴാണ്? ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ. അപ്പോൾ IB ഗ്രേറ്റർ ദാൻ IA. അതുപോലെ തന്നെ വേറൊരു കാര്യം, എയ്ക്കും ബിക്കും ഒരേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഫ്രീക്വൻസി ഓഫ് A ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് B. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇത് FA ഈക്വൽ ടു FB, അതുപോലെ തന്നെ IB ഗ്രേറ്റർ ദാൻ IA. D ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. Then the last question of our DPP. ഈ സെക്കൻഡ് DPPയുടെ അടുത്ത DPPയുടെ സൊല്യൂഷനൊക്കെ പുറകെ ഞാൻ ചെയ്തു വരുന്നതേ ഉള്ളൂ. എല്ലാ DPPയുടെ സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ ചെയ്തു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒരുപാട് സമയമെടുത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, ബോർഡിലൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട്, അതുമാത്രമല്ല എൻ്റെ ഈ ഒരു വൈറ്റ് ബോർഡ് മാത്രമേ ഉള്ളൂ. ആ വൈറ്റ് ബോർഡ് ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് എഴുതുന്നൊന്നും കാണാൻ പറ്റില്ല, എന്നെ മാത്രമേ കാണുള്ളൂ. പിന്നെ മൊബൈൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദെൻ റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റാലിക് സർഫസ്. The stopping potential is 4.8 volt. If the same surface is illuminated with radiations of double the wavelength, the stopping potential becomes 1.6 volt. Then the threshold wavelength for the surface is. Okay, നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് സ്ട്രൈറ്റ് വേ പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണേ. Just look in the solution.
അപ്പോൾ നമുക്ക് രണ്ട് കേസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്നത് കേസ് 1. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്നത്, അപ്പോൾ റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈസ് ഇൻസിഡന്റ് ഓൺ എ മെറ്റാലിക് സർഫസ്, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് 4.8 വോൾട്ട്. അപ്പോൾ ഞാൻ നേരെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിലേക്ക് പോവാണ്. ഓക്കെ, H nu is equal to work function plus half m v maximum square. ഞാൻ ഈ ന്യൂവിനെ എങ്ങനെ എഴുതുന്നത്? എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് ഇതിന് പകരം ഇ വി സീറോ എന്ന് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ എച്ച് സി ബൈ ഫസ്റ്റ് കേസിൽ വേവ് ലെങ്ത് ലാംഡയാണ്, വർക്ക് ഫംഗ്ഷൻ പ്ലസ് ഇ ഇൻറ്റു വി സീറോ എന്താ പറയുന്നത്? 4.8 വോൾട്ട്. അപ്പോൾ എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു W0 പ്ലസ് 4.8 ഇ വി. ഇവിടെ ഇതാ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, പിന്നെ കേസ് 2 പറയുന്നത്, ഓക്കെ, സോ വെൻ റേഡിയേഷൻ ഓഫ് ഡബിൾ വേവ് ലെങ്ത് ലാംഡ ഈസ് ചേഞ്ച്ഡ് ടു 2 ലാംഡ, അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 1.6 വോൾട്ടായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു, അവിടെ എച്ച് സി ബൈ 2 ലാംഡ, കണ്ടോ, ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുവാണ്. കണ്ടോ, ലാംഡയ്ക്ക് വരും 2 ലാംഡ എഴുതി, വർക്ക് ഫംഗ്ഷൻ സെയിം തന്നെയാണ്, പ്ലസ് ഇത് എന്ത് വരും? 1.6 ആയിട്ട് മാറുന്നു. കട്ട് ഓഫ് വോൾട്ട് 1.6 ഇ വി. ഇവിടെ 4.8 ആയിരുന്നു പൊട്ടൻഷ്യലി, അതുകൊണ്ട് 4.8, ഇവിടെ 1.6 ഇ വി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ പറയുവാണ്, ഇതിനിങ്ങനെ എഴുതുവാണേ, 1/2 ഇൻറ്റു എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു W0 പ്ലസ് 1.6 ഇ വി. അപ്പോൾ 1/2 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1ൽ നിന്നാണ് എച്ച് സി ബൈ ലാംഡ W0 പ്ലസ് 4.8 ഇ വി ഈക്വൽ ടു W0 പ്ലസ് 1.6 ഇ വി. ഓക്കെ, അപ്പോൾ ഈ 2 കൊണ്ട് ഞാൻ അങ്ങ് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ W0 പ്ലസ് 4.8 ഇ വി ഈസ് ഈക്വൽ ടു 2W0 പ്ലസ് 3.2 ഇ വി. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ത്രഷോൾഡ് വേവ് ലെങ്ത് ആണ്. സോ ഇതിങ്ങനെ വരണേ, W0 minus 2W0 is equal to 3.2 EV minus 4.8 EV minus W0 is equal to just we will do subtraction 4.8 6 okay 1.6 minus 1.6 EV. Okay, so ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വേണ്ടത് ലാംഡ സീറോയുടെ ടേംസിലായിരുന്നു. സോ ലാംഡയുടെ ടേംസിലായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാനിവിടുന്ന് ഈ ലാംഡ സീറോനെ ലാംഡനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ലാംഡനെ എലിമിനേറ്റ് ചെയ്ത് കളയരുതായിരുന്നേ. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഒരു സ്റ്റെപ്പ് ഒന്ന് മാറ്റുക. ഓക്കെ, ഇത്ര സ്റ്റെപ്പ് ഒന്ന് ഞാൻ മാറ്റുവാണെങ്കിൽ മാറ്റിയിട്ട് അതിൻ്റെ കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 1/2 എച്ച് സി ബൈ ലാംഡ, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുവാണ്. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ഇതിൻ്റെ ബാലൻസ് എഴുതുവാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 ഗിവ്സ് എച്ച് സി ബൈ 2 ലാംഡ ഈസ് ഈക്വൽ ടു W0 പ്ലസ് 1.6 EV. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1 ഗിവ്സ് എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു W0 പ്ലസ് 4.8 EV. ഞാനിങ്ങനെ എഴുതുവാണ്, എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു W0 പ്ലസ് ഈ 4.8 എങ്ങനെ എഴുതുവാണ് 3 ഇൻറ്റു 1.6 EV. അപ്പോൾ എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു W0 പ്ലസ് 3 ഇൻറ്റു ഓക്കെ, ഇവിടെ നിന്ന് എന്തായി 1.6 EV എന്ന് ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇത് ഇവിടെ നിന്ന്
ഇങ്ങനെ പറയാം 1.6 EV ഈസ് ഈക്വൽ ടു HC/2 ലാംഡ മൈനസ് W0 ഉണ്ടോ. ഇതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 1.6 EVക്ക് പകരം HC/2 ലാംഡ മൈനസ് W0. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരണേ HC/ ലാംഡ ഈസ് ഈക്വൽ ടു W0 പ്ലസ് 3/2 HC/ ലാംഡ മൈനസ് 3W0. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതണേ HC/ ലാംഡ, ഓക്കെ, HC/ ലാംഡ മൈനസ് 3/2 HC/ ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 2W0. ഓക്കെ, ഇത് മൈനസ് 1/2 HC/ ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് 2W0. ഓക്കെ, മൈനസ് രണ്ടും പോയിട്ട് HC/2 ലാംഡ ഈസ് ഈക്വൽ ടു 2W0. HC/2 ലാംഡ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു W0 എന്താ HC/ ലാംഡ 0. ഇത് രണ്ടും പോയേ. പിന്നെ ലാംഡ 0 ഈക്വൽ ടു എന്ത് കിട്ടുന്നു 4 ലാംഡ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണമേ. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. കേസ് 1ൽ HNu ഈക്വൽ ടു ഇത് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ, ന്യൂവിന് പകരം C/λ കൊടുത്തു. HC/λ ഈക്വൽ W0 പ്ലസ് EV0. ഓക്കെ, ദെൻ HC/λ ഈക്വൽ W0 പ്ലസ് ഫസ്റ്റ് കേസിൽ കട്ട് ഓഫ് വോൾട്ടേജ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. പിന്നെ സെക്കൻഡ് കേസിൽ ഉണ്ടോ ലാംഡയ്ക്ക് പകരം 2 ലാംഡ വന്നു. അപ്പോൾ HC/2 ലാംഡ ഈക്വൽ W0 പ്ലസ് ഉണ്ടോ 1.6 EV അത്ര നോട്ടെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാം 1/2 HC/λ W0 പ്ലസ് 1.6 ഇക്വേഷൻ നമ്പർ 2. പിന്നെ ഇക്വേഷൻ നമ്പർ 2 ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് 1.6 EV ഈസ് ഈക്വൽ ഇങ്ങനെ കിട്ടും. 1 ഇതായിരുന്നു. ഓക്കെ, HC/λ W0 പ്ലസ് ഈ 4.8 EV എങ്ങനെ എഴുതി 3 ഇൻറ്റു 1.6 EV. HC/λ ഈക്വൽ W0 പ്ലസ് 3 ഇൻറ്റു ഇതിന് പകരം എന്ത് എഴുതാം 1.6 EVക്ക് പകരം HC/2 ലാംഡ മൈനസ് W0. ദെൻ HC/λ ഈക്വൽ W0 പ്ലസ് ഇത് അകത്തേക്ക് മൾട്ടിപ്പിൾ 3/2 HC/λ മൈനസ് 3W0. HC/λ മൈനസ് ഇതിങ്ങനെ കൊണ്ടുവന്നു 3/2 HC/λ ഈക്വൽ ടു മൈനസ് 2W0. ഓക്കെ, അത് സോൾവ് ചെയ്ത് നമ്മൾ λ0 കണ്ടുപിടിച്ചു. ഓക്കെ, താങ്ക് യു ഓൾ. ഏകദേശം 27 മിനിറ്റ്സ് ഉണ്ട് ഈ വീഡിയോ. 10 ദിവസം ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നല്ലോണം ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡൗട്ട് കൗണ്ടറിൽ ഇടുക. താങ്ക് യു വെരി മച്ച്.